നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാതെ ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ അവരെങ്ങനെ അത് എടുക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണോ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു സ്ക്രോളിൽ തീർന്ന സാധനമാണ്. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാവരും നിങ്ങളെ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കാനോ? യെസ്, ഓഫ് കോഴ്സ് ആൾക്കാരൊന്ന് സ്റ്റാക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നവർ നിങ്ങളെ ഫോളോ ചെയ്യാതെ ജഡ്ജ് ചെയ്തൊക്കെ പോകും. പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കളയുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അങ്ങനെ ഇരിക്കത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോൺ ക്ലിയർ ആവുക, അതായത് ക്യാമറ നല്ല ക്വാളിറ്റി ക്യാമറ വേണം, എഡിറ്റിംഗ് നന്നായി പഠിച്ചാലേ കാര്യങ്ങൾ നീക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടെ ഇരുന്നോ. ഇന്നൊരു ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് അവൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ടു, ഫേസ് കാണിക്കാതെ. ഒരു 2-3 വീഡിയോ ഫേസ് ഇട്ടപ്പോഴത്തേനും എല്ലാവരും സറൗണ്ടിങ് സർക്കിളൊക്കെ പറഞ്ഞു തുടങ്ങി. എല്ലാവരും വലിയ ഇൻഫ്ലുവൻസറായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടിട്ട് ഇൻസെക്യൂരിറ്റി കാരണം കുട്ടി ആ അക്കൗണ്ടേ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിത് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ പേര് ഇതിന് മുമ്പ് എന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന, ഈവൻ എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ എന്നെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പോയിന്റിൽ എനിക്കറിയാം, നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാനുള്ള സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യൂസ് ഇറ്റ് പ്ലീസ്. അതിപ്പം നിങ്ങളുടെ ലൈഫ് നന്നാക്കാനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഈ ലോകത്ത് നിങ്ങളല്ലാതെ വേറെ ആരും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടോ നിങ്ങൾ ആൾക്കാർ എന്ത് പറയുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ച് സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഈ കുറ്റം പറയുന്നതും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുക. ഓക്കെ, ജസ്റ്റ് അവരെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ അവർ ലൈഫിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചുമ്മാ വെറുതെ അവരുടെ ലൈഫ് നീക്കുന്നവരായിരിക്കും. മനസ്സിലായോ? ഒന്നെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ, നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ എപ്പോഴും നിങ്ങൾ ഈ ലെവലിലാണെങ്കിൽ അവർ ഈ ലെവലിലായിരിക്കും. ഒരിക്കലും നിങ്ങളൊപ്പമുള്ള ആൾക്കാരോ നിങ്ങളെക്കാൾ നന്നായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നന്നായി ഗ്രോത്ത് ഉള്ള ആൾക്കാരോ ഒരിക്കലും നമ്മളെ ഇതിൻ്റെ താഴേക്ക് വിടത്തില്ല. എപ്പോഴും അവർ നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, പിന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ നോക്കുക. അവരെപ്പോഴും നിങ്ങളുടെ ലെവലിൻ്റെ ചിന്താഗതിയിലാണെങ്കിലും ഇൻ ലൈഫിലാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും അവരെപ്പോഴും പിന്നോട്ട് ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. അല്ലാതെ നല്ല ചിന്താഗതിയുള്ള നന്നായി ഗ്രോത്ത് ഉള്ള ആൾക്കാർ ഒരിക്കലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ല. ഇത് ഞാൻ എൻ്റെ വെരി പേഴ്സണൽ സ്പേസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് നല്ല കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ ഇൻസെക്യൂരിറ്റീനെ മാറ്റി നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ സർക്കിൾ നിങ്ങൾ നോക്കുക, അതിലുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. അതായത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന, കളിയാക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അവരുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഓർ വാട്ട് എവർ റിലേഷൻഷിപ്പ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ കീപ്പ് എ ഡിസ്റ്റൻസ്. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നല്ല സർക്കിളിൻ്റെ കൂടെയാണുള്ളതെങ്കിൽ അവരെന്തായാലും ഉറപ്പാണ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി മാത്രമേ അവർ സംസാരിക്കൂ. നിങ്ങളെ 101% നിങ്ങളെ അവർ സപ്പോർട്ട് ചെയ്തിരിക്കും. സോ ഇൻസെക്യൂരിറ്റി ഒക്കെ മാറ്റി വെച്ച് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ തുടങ്ങുക. പിന്നെ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉള്ളവർ ഇപ്പം കമോൺ, ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് എല്ലാം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് എഡിറ്റിംഗ്, വീഡിയോ ക്വാളിറ്റിയുടെ സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതെങ്കിൽ, കോണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ എന്ത് സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിലും ഇപ്പം നമുക്ക് അതിൻ്റേതായ ഈസി ആക്സസിലുള്ള ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ഈ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത് കണ്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇത് എത്ര പേര് ഈ വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.